ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഉമ്മൻചാണ്ടിയുടെ മൂത്ത മകളും പുതുപ്പള്ളിയുടെ MLA-യുമായ ചാണ്ടി ഉമ്മൻ്റെ മൂത്ത സഹോദരി മറിയം ഉമ്മനാണുള്ളത്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ വിജയാഘോഷയാത്രയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വലിയ സന്തോഷമല്ലേ? വലിയ നല്ല സന്തോഷമാണ്. ഈ വിജയം പ്രതീക്ഷിച്ചത് തന്നെയാണ്. പുതുപ്പള്ളിക്കാരോടുള്ള നന്ദി പറഞ്ഞാൽ തീരത്തില്ല. അവർ അപ്പയോടുള്ള സ്നേഹം, ചാണ്ടിയോടുള്ള ആക്സെപ്റ്റൻസ് എല്ലാമാണ് ഈ ഇലക്ഷൻ വഴി നമ്മളോട് കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്ര വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു? ഉറപ്പായിട്ടും തുടക്കം തൊട്ടേ എല്ലാവരും നല്ല വിജയമാണ് പ്രതീക്ഷിച്ചിരുന്നത്. അപ്പയുടെ ഭൂരിപക്ഷത്തിനെ മറികടക്കും എന്നുള്ളത് നല്ല പ്രതീക്ഷയിലായിരുന്നു നമ്മൾ നിന്നിരുന്നത്. അതുപോലെ തന്നെയാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. എന്തെല്ലാം ഘടകങ്ങളാണ് ഒരു അനുകൂലമായിട്ട് തോന്നുന്നത്? എല്ലാ ഫാക്ടേഴ്സും പല ഫാക്ടേഴ്സും ഈ ഇലക്ഷനിൽ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി എന്ന ഫാക്ടർ, ചാണ്ടി ഉമ്മൻ്റെ ഫാക്ടർ, സർക്കാരിൻ്റെ പെർഫോമൻസ് എന്ന ഫാക്ടർ, അങ്ങനെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് എല്ലാം കൂടെ ആഡ് ഓൺ ചെയ്താണ് ഇത്രയും നല്ല വിജയം. വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടിയെ ഒരു കാലഘട്ടത്തിൽ CPM വേട്ടയാടി, പിന്നെ ശേഷം നിര്യാണത്തിന് ശേഷം കുടുംബത്തെ വേട്ടയാടുന്ന ഒരു സമീപനം ഉണ്ടായി. വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ സൈബർ ആക്രമണമൊക്കെ ഉണ്ടായല്ലോ, അതൊക്കെ ഇതിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ടാവും. ഉറപ്പായിട്ടും ആ അലിഗേഷൻസ് എല്ലാം തള്ളിക്കളഞ്ഞു എന്നുള്ളതല്ലേ ഈ ഇലക്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശ്രീ ചാണ്ടി ഉമ്മൻ്റെ വിജയഘോഷയാത്രയാണ് ഇപ്പോൾ ഈ വീടിന് സമീപത്തുകൂടി ഇപ്പോൾ ഈ കാണുന്നതാണ്. ചാണ്ടി ഉമ്മനൊക്കെ താമസിക്കുന്ന അവരുടെ ഉമ്മൻചാണ്ടിയുടെ സഹോദരിയുടെ ഭവനമാണ് ഈ കാണുന്നത്. അവിടെയാണ് ഇവിടെ കുടുംബാംഗങ്ങളെല്ലാം, ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ കുടുംബം എല്ലാം താമസിക്കുന്നത് ഈ വീട്ടിലാണ്. ആ വീടിൻ്റെ മുന്നിൽ കൂടിയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ വിജയഘോഷയാത്ര കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാവുന്ന രീതിയിൽ തന്നെ വലിയ ഘോഷയാത്രയാണ് വീടിൻ്റെ മുന്നിൽ കൂടി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങൾ കാണുന്ന രീതിയിൽ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ ആ വീടിൻ്റെ മുന്നിൽ കൂടി, ആ സ്വന്തം വീടിൻ്റെ മുന്നിൽ കൂടി കടന്നു വരുന്നു. വലിയ വിജയം നേടി ആ ഒരു ചൈത്രമായ ആ വലിയ ഘോഷയാത്രയാണ്, ഘോഷയാത്രയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരുടെയും വലിയ ഒരു ആഹ്ലാദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരു നിമിഷമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ വിജയഘോഷയാത്രയാണ് ഈ വീടിൻ്റെ മുന്നിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ വിജയഘോഷയാത്ര കണ്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മയും ഉമ്മൻചാണ്ടിയുടെ സഹോദരി വത്സ എന്ന് പറയുന്ന സഹോദരിയും ഇപ്പോൾ ഈ വാതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ സങ്കടകരമായ ഒരു വേദന ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ അകാലത്തിലുള്ള വേർപാട് അവരെ ദുഃഖത്തിലും സങ്കടത്തിലുമാക്കുന്നു. പക്ഷേ അപ്പോഴും ആദ്യമായി ചാണ്ടി ഉമ്മൻ ഒരു മത്സരത്തെ നേരിടുകയും അവർ ആ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി പുതുപ്പള്ളിയിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ വീടിൻ്റെ മുന്നിലാകെ വലിയ ഒരാൾക്കൂട്ടമാണ് ഉള്ളത്. ചാണ്ടി ഉമ്മനെ എടുത്തുകൊണ്ടാണ് ആളുകൾ വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാവുന്ന രീതിയിൽ വലിയ ഒരു ജനസഞ്ചയമാണ് ഇവിടെ ഉള്ളത്. ചാണ്ടി ഉമ്മൻ്റെ അമ്മ മറിയം ഉമ്മൻ, അമ്മായി വത്സ എന്നിവരാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചാണ്ടി ഉമ്മൻ വലിയ ആവേശത്തോടു കൂടി നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെ, നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ഇപ്പോൾ ഈ വീടിൻ്റെ ഉമ്മൻചാണ്ടിയുടെ കുടുംബം താമസിക്കുന്ന വീടിൻ്റെ മുന്നിൽ കൂടി വലിയ ജനസഞ്ചയമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ആ ജനസഞ്ചയത്തെ അല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ്റെ ആ വിജയഘോഷയാത്ര കടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് അവർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാണ്ടി ഉമ്മൻ്റെ വിജയഘോഷയാത്രയാണ് ഇപ്പോൾ ഇതിലെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മച്ചിക്ക് എന്ത് തോന്നുന്നു? ഒന്ന് പറയാനുള്ള ആശ്വാസമുണ്ട്. ഇത്ര വലിയ റെക്കോർഡ് വിജയമാണ് നേടിയത്, അതിൽ സന്തോഷമുണ്ടോ? ആശ്വാസമുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദന ഉണ്ടെങ്കിലും മകൻ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, അവരാ പുതുപ്പള്ളിക്കാരത് ഏറ്റെടുത്തു എന്നതിലും വലിയ സന്തോഷമില്ലേ? സംതൃപ്തിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഉമ്മൻചാണ്ടിക്ക് നൽകിയ ഒരു സ്നേഹം കൂടിയല്ലേ അത്? അതെ. രാഷ്ട്രീയ വിജയത്തേക്കാൾ ഉപരിയായി ഉമ്മൻചാണ്ടി ഈ 52 വർഷക്കാലം പുതുപ്പള്ളിയെ സ്നേഹിച്ചു. അവർ തിരിച്ചു നൽകിയ ഒരു സ്നേഹം കൂടിയല്ലേ കാണാൻ കഴിയുക. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ്റെ അമ്മായി ഇവിടെയുണ്ട്. അമ്മായി എന്തു പറയുന്നു ഈ ചാണ്ടിയുടെ വിജയത്തിൽ? വളരെ സന്തോഷമുണ്ട്. ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ ചാണ്ടി ജയിക്കുമെന്ന് കരുതിയിരുന്നോ? ഏകദേശം അത്രയും തന്നെ കിട്ടുമെന്ന് ഓർത്തിരുന്നു. സഹോദരൻ ഇവിടെ 52 വർഷക്കാലം MLA ആയിരുന്നു. ആകസ്മികമായ ഒരു വേർപാടും അതിൻ്റെ വേദനയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും
സഹോദരൻ്റെ മകൻ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു, അതിൽ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അത് വളരെ ഇതുണ്ട്, വളരെ സംതൃപ്തിയുണ്ട്. ജയിച്ചതിന് ശേഷം ഇവിടെ വന്നായിരുന്നോ? വന്നായിരുന്നു. ഇവരുടെ ഉള്ളിൽ വേദനയുണ്ട് എങ്കിലും ചാണ്ടി ഉമ്മൻ്റെ വിജയത്തിൽ ഇവരെല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. കാരണം വലിയ ഒരു പോരാട്ടമായിരുന്നു പുതുപ്പള്ളിയിൽ നടന്നത്. വലിയ ആവേശകരമായ ഒരു മത്സരമായിരുന്നു നടന്നത്. ആ ആവേശകരമായ മത്സരത്തിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ചാണ്ടി ഉമ്മൻ വലിയ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഈ കുടുംബത്തിന് ഇവിടുത്തെ ഒരു അംഗം ആയിരുന്ന ഉമ്മൻചാണ്ടി അടുത്ത നാളുകളിൽ നിര്യാതനായിട്ട് 10-50 ദിവസം കഴിയുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കൊരു ഉപതെരഞ്ഞെടുപ്പുണ്ടായി. ആ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മകൻ ആണ് മത്സരിച്ചത്. ആ മത്സരത്തെ ആദ്യ തവണ തന്നെ വിജയിച്ചതിൻ്റെ ഒരു സന്തോഷം ഇവരുടെ എല്ലാവരുടെയും മുഖങ്ങളിൽ നമുക്ക് ആ കുടുംബാംഗങ്ങളിൽ കാണാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത.